കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നും ഇല്ലാത്ത ഈ ഒരു ഫസ്റ്റ് ടെസ്റ്റ് സീരീസ് ഇന്ത്യൻ ടീം ഒരു അവിസ്മരണീയമാക്കുക തന്നെയാണ് നിലവിൽ വരെ. സാഹചര്യം നോക്കി കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒരു തോൽവി എന്നത് അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവർ തീർച്ചയായിട്ടും തകർന്നു എന്ന് തന്നെ പറയാം. യൂഷ്വലി ചേസിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓടി ക്രിക്കറ്റിനേക്കാളും വേഗത്തിൽ ബാറ്റ് ചെയ്യുന്ന ഇംഗ്ലണ്ട് ആ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. ഒറ്റ മത്സരം കൊണ്ട് മാറ്റിയെടുത്തിരിക്കുകയാണ് ഗില്ലും സംഘം. എഡ്ബാസ്റ്റണിലെ ടെസ്റ്റ് തോൽവി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിനെ അടിമുടി മാറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ബ്രണ്ടൻ മെക്കൽ എന്ന് പറയുന്ന അവരുടെ കോച്ചിൻ്റെ അവർ ആ ഒരു ഇത്രയും കൊല്ലം ഫോളോ ചെയ്തിരുന്ന ഒരു രീതി അതെല്ലാം മാറ്റി ആ ബാസ്ബോൾ എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ മാറ്റി വെച്ചിട്ട് ഒരു പ്രോപ്പർ ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലണ്ട് നിലവിൽ. ലോർഡ്സ് എന്ന് പറയുന്ന അവരുടെ സ്വന്തം മടിത്തട്ടായിട്ടുള്ള ഗ്രൗണ്ടിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച. ടോസ് ബാറ്റിംഗ് തെരഞ്ഞെടുപ്പ് തന്നെ എല്ലാവരും അത്ഭുതപ്പെടുത്തി. എന്തുകൊണ്ടാണ് സ്റ്റോക്സ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തത്? യൂഷ്വലി എപ്പോഴും ഫസ്റ്റ് ബോളിംഗ് തന്നെയാണ് ഇംഗ്ലണ്ട് തിരഞ്ഞെടുക്കാറ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇംഗ്ലണ്ട് ഒരു അപ്രോച്ചുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത്. വളരെ മെല്ലെയാണ് ഇംഗ്ലണ്ട് തുടങ്ങിയത്. നിതീഷ് കുമാർ റെഡ്ഡിയെ ആക്രമിക്കുക എന്നുള്ള ആ ഒരു തന്ത്രം അവിടെ പാളിയൊരു കാഴ്ച. 2 ഓപ്പണേഴ്സ് പുറത്താകുന്നു. ഒലി പോപ്പിൻ്റെ ഇന്നിങ്സിന് മുമ്പ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയും സ്ലോ ആയിട്ടല്ല അദ്ദേഹം കളിക്കാറുള്ളത്. റൂട്ട് പിന്നെയും നമുക്ക് എക്സ്പെക്ട് ചെയ്ത് അല്പം സ്ലോ ആയിട്ടാണ് കളിക്കാറുള്ളത്. പക്ഷേ ഒലി പോപ്പൊക്കെ വളരെ സ്ലോ ആയിട്ട്. അപ്പോൾ ആ ഒരു ഇന്നിങ്സുകളുടെ പ്രത്യേകത തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവരൊരു അപ്രോച്ച് ഇന്നലെ വളരെ വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല. ഇന്നലെ ഇന്ത്യൻ ബോളിങ്ങിൻ്റെ ഒരു മൂർച്ച വളരെ കൂടുതൽ തന്നെയായിരുന്നു. ആദ്യ ദിനം വലിയ കുഴപ്പങ്ങളില്ലാതെ ഇംഗ്ലണ്ട് അവസാനിപ്പിച്ചെങ്കിലും രണ്ടാം ദിനത്തിൽ ന്യൂ ബോളിൽ ബുംറ വീണ്ടും ആ ഒരു സംഹാര താണ്ഡവം തന്നെ പറയാം. 3 വിക്കറ്റുകൾ, അത് 3ഉം ബൗൾഡായിട്ടാണ് ബുംറ ഇന്നലെ എടുത്തത്. അതിൽ ബ്രൂക്കിൻ്റെ വിക്കറ്റും ഇന്നത്തെ മോർണിംഗ് സെഷനിൽ റൂട്ടിനെയും അതുപോലെ തന്നെ സ്റ്റോക്സിനെയും ക്ലീൻ ബോൾഡാക്കാണ് ബുംറ ചെയ്തത്. അതുപോലെ തന്നെ ഫസ്റ്റ് ബോളിൽ തന്നെ ക്രിസ് വോക്സിനെയും ജുറൻ്റെ കൈകളിലെത്തിച്ചു.